ശ്രീ രാധാകൃഷ്ണൻ, നമ്മളെല്ലാവരും ആശ്വസിച്ചതാണ്, നമ്മളല്ല ലോകം മുഴുവൻ ആശ്വസിച്ചതാണ്. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ ഒരു ഭാഗത്ത് കപ്പലുകൾ ആക്രമിക്കുന്നു, മറുഭാഗത്ത് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചാൽ തീർത്ത് കളയും എന്നൊക്കെയാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഒരു രാഷ്ട്രത്തലവന് യോജിക്കുന്ന രീതിയിലാണോ പറയുന്നതെന്ന് പോലും പലപ്പോഴും സംശയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കിരൺ, നമ്മൾ മുമ്പും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ? യുദ്ധം തുടങ്ങിയതിനു ശേഷം 1-2 ദിവസം നമ്മൾ യുദ്ധത്തിന്റെ വിഷയം തന്നെയാണ് സംസാരിച്ചത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ സെന്റൻസിൽ തന്നെ അമേരിക്കയുടെ ഒരു ശരീരഭാഷ നമുക്ക് വായിച്ചെടുക്കാം. ഒരു തെരുവ് ഗുണ്ടയെ പോലെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ, കാരണം നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ട്, ഞങ്ങൾ ശക്തരാണ് എന്നുള്ളത് കൊണ്ട് അശക്തരായിട്ടുള്ള രാജ്യങ്ങളെ എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സംസാരിച്ച പലരും സുഹൃത്തുക്കൾ ഈ ഇറാനെ കൂടെ ചേർത്ത് രണ്ടുപേരും കുറ്റക്കാരെന്നുള്ളതാണ് പറഞ്ഞു. ഒരിക്കലും അല്ല. ഈ അമേരിക്കയുടെ പണ്ടും ഇറാഖിനെ എങ്ങനെ തകർത്തെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അവിടെ എന്തോ ആണവായുധം ഇരിക്കുന്നു, അവിടെ ഏതാണ്ട് കുഴപ്പം നടക്കുന്നു എന്ന് പറഞ്ഞ് ഇല്ലാത്ത വിഷയം ഉണ്ടാക്കിയിട്ടല്ലേ ആ ഇറാഖിനെ തകർത്തത്. പക്ഷെ എന്താ നമ്മൾ കണ്ടത്? അവിടെ ആണവായുധമോ എന്തെങ്കിലും അവിടെ നിന്ന് കണ്ടെടുക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചോ? അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയാണോ സമ്പത്ത്, പണ്ട് നമ്മളെ അധിനിവേശമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇവിടെ വന്നത് എന്തുകൊണ്ട്? നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ. അതിന്റെ ഒരു പുതിയ വെർഷനാണ് ഈ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അടിക്കുന്നതൊന്നും ഈ വെറും സാധാരണ രാജ്യങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് അമൂല്യ സമ്പത്തുള്ള രാജ്യങ്ങളല്ല അടിക്കുന്നത്. എല്ലാ എണ്ണ കേന്ദ്രീകൃതമായ രാജ്യങ്ങളെയാണ്. ഇറാനായാലും ഇറാഖ് ആയാലും അവിടെയാണല്ലോ ഇവരുടെ ലക്ഷ്യം. ഇവരുടെ വ്യോമതാവളങ്ങളും അതുപോലെ തന്നെ കപ്പൽ താവളങ്ങളും ഒക്കെ അവിടെയാണ് അവർ സ്ഥാപിക്കുന്നത്. അവിടെ ഇവർ ഇറാൻ പിന്നെ പ്രതിരോധിക്കാതെ ഇറാനെ നമുക്ക് ആ തരത്തിൽ കാണാൻ കഴിയില്ല. അവരാരെങ്കിലും കയറി മനഃപൂർവ്വം അടിക്കാൻ ചെന്നോ? ഈ അമേരിക്കയിലെ ഏത് രാജ്യങ്ങളോടായാലും പ്രശ്നം. ഇവർക്ക് ഞാൻ മുമ്പ് ചോദിച്ച ആരാണ് ഈ അവകാശം കൊടുത്തത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെല്ലാം ഭയന്ന്, ഇപ്പൊ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയ കാര്യം താങ്കൾ പറഞ്ഞു, നമ്മളൊക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട്. പക്ഷേ വേൾഡ് വൈഡായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വേൾഡ് വൈഡായിട്ട് നിയന്ത്രിക്കാൻ ഒരു രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. ഐക്യരാഷ്ട്രസഭയൊക്കെ പേരിനുള്ള ഒരു സംഘടന മാത്രമാണ്. പിന്നെ അവർക്ക് ശക്തിയുണ്ട്, പണമുണ്ട്, നമ്മൾ അനുഭവിക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഞാൻ അന്ന് പറഞ്ഞ, താങ്കൾക്ക് അറിയാമല്ലോ, വേറൊരു കാര്യം പറഞ്ഞു. ഒരു കാട്ടില് ഒരു വലിയ സിംഹം ഉണ്ടായിരുന്നു, അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു ജീവികളെല്ലാം കൂടെ ചെയ്ത കാര്യമൊക്കെ താങ്കളോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നിച്ച് നമ്മൾ ഈ മറ്റു രാജ്യങ്ങൾ കയറി അമേരിക്ക ഒതുക്കാതെ ഒന്നുമില്ല. അവിടെ നയതന്ത്രമോ അവിടെ G8 ഒന്നുമില്ല. അവിടെ നമ്മൾ നേരത്തെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒന്ന് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ല. ജന്മത്തിൽ ഈ അമേരിക്ക നന്നാവാൻ പോകുന്നില്ല. നമ്മൾ ഈ ലോക അവസാനം വരെ ഇത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഈ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് ഇങ്ങനെ കഴിയാനേ കഴിയൂ. പക്ഷേ പണ്ട് വരെ പച്ചത്തെറിക്ക് മുറി പത്തില്, നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുമാതിരി അനാവശ്യം പറഞ്ഞവർ നടപടി എടുക്കാനേ ഉള്ളൂ. ഈ അടി ഉള്ളതിനകത്തൊക്കെ ഉള്ള ഘടകമെന്ന് ഞാൻ മറ്റൊരു രീതി പറയുന്നത് വിഷമം കൊണ്ട് പറയുന്നത്, ഈ അടി ഒന്നിച്ചു നിന്ന് ഈ അമേരിക്ക അടിക്കാതെ നമ്മൾ നയതന്ത്ര ബന്ധമോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ G8 16 കരാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു രക്ഷയല്ല അമേരിക്ക എടുത്തത്. അമേരിക്ക നല്ല ഒന്നാം തരം അടിയാണ് കൊടുക്കേണ്ടത്. അതിന് രാജ്യങ്ങൾ ചേർന്ന് നിന്ന് ഈ അമേരിക്ക ഒതുക്കാതെ അമേരിക്കയുള്ള മാർക്കറ്റിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്തും ഒരു കാര്യമില്ല. മറ്റു രാജ്യങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും തിട്ടൂരം അമേരിക്കയ്ക്ക് ഈ ലോക രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഐക്യരാഷ്ട്രസഭ ലോക ഗുണ്ടകളുടെ സ്ഥാനം, ലോക പോലീസിന്റെ സ്ഥാനം അമേരിക്കയ്ക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തോ ഇവർ ചെയ്യുന്നത്? ഇറാഖി പ്രശ്നം വന്നാൽ ഞങ്ങളത് കയറി അടിക്കുന്നു, ഇറാനി വന്നാൽ ഞങ്ങളത് കയറി അടിക്കുന്നു. അവിടെ എന്നാ പിന്നെ ഈ ചൈനയ്ക്കും ഒക്കെ കയറി അടിച്ചുകൂടെ? അവരൊക്കെ ഈ ലോക പോലീസിന്റെ പട്ടം ഏറ്റെടുത്തുകൂടെ? അപ്പൊ ഈ അമേരിക്ക അടിച്ചൊതുക്കാതെ അവിടെ പാവപ്പെട്ട ഇറാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ സ്ഥിരം അടിക്കാൻ ചെന്നാൽ പിന്നെ അവർ പ്രതിരോധിക്കാതെ മറ്റെന്ത് മാർഗമുള്ളത് അവർക്ക്? അവരുടെ മുന്നിൽ ഒരു മാർഗമില്ല. ഇറാനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മളെ അടിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, നമ്മളെ ശക്തി ഉപയോഗിച്ച് നമ്മളും അടിക്കും, നമ്മൾ ചിലപ്പോൾ തകരുമായിരിക്കും. അപ്പൊ ഈ അമേരിക്കയുടെ സാമ്രാജ്യം ഈ ലോകത്തിന് എക്കാലത്തും ആപത്താണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും നമ്മളെ ആശങ്കയിലാഴ്ത്തുകയാണോ ഈ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ? കാരണം മനുഷ്യന്റെ പറഞ്ഞോളൂ സർ. തീർച്ചയായും മനുഷ്യന്റെയും പ്രത്യേകിച്ച് മലയാളികളുടെയും ഒരു മാനസികാവസ്ഥയെ തുലനം വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്കുണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ നമുക്കിപ്പോ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഞങ്ങളുടെ മലയാളിയെ പോലും സംബന്ധിച്ചിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തരുന്ന ഒരു അവസ്ഥയാണിത്. കാരണം ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത, ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ചില നയങ്ങൾക്ക് മാത്രമേ നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റുള്ളൂ ചില കാര്യങ്ങളിൽ. ബാക്കി എല്ലാത്തിനും അവർ വെറുതെ ചുമ്മാ കയറി ആളാകാൻ നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്ഥിതി കാണുന്നത്.
ഞങ്ങൾ പൊതുവെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ തന്നെ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും തന്നെ നാടിനെ കൂടി ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയുടെ ഇത്തരം ലോക പോലീസ് ചമയുന്നതിനെതിരെ ശക്തമായിട്ടുള്ള ലോക രാഷ്ട്രങ്ങൾ, ഞാൻ പറയുന്ന ആദ്യം കൊണ്ടുപോയി അടിക്കേണ്ടത് യു എന്നെയാണ്. അതാണ് ചുമ്മാ വെറുതെ അവര് ആളാകാൻ വേണ്ടി മാത്രം സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് വേണ്ടി മാത്രം അവര് ഒരു വശത്തേക്ക് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. പശ്ചിമേഷ്യ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്ക എന്ന രാജ്യത്തെ കൊണ്ട് മാത്രമാണ്. ഇറാന്റെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ പോലും അമേരിക്കയുടെ ചില രീതികൾ ചില സമയങ്ങളിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ബിൻ ലാദനെ പോലുള്ള തീവ്രവാദങ്ങൾക്കെതിരെ അവരെ തലയുയർത്തി നിന്നതും അതിനെതിരെ പോരാടിയതൊക്കെ ഞങ്ങൾ അനുകൂലിക്കുന്നു. പക്ഷെ ഇത്തരം വെറുതെ ആവശ്യമില്ലാതെ ചില രാജ്യങ്ങൾക്കെതിരെ പോയി അവിടുത്തെ സമ്പത്തുകൾ കൈപ്പറ്റുക, എന്നിട്ട് അവരെ ഉപദ്രവിക്കുക, അത് മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് തലവേദനയാകുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും ഒരു വൃത്തികെട്ട നയം മാത്രമാണ്. അവർ കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കേണ്ട ഒരു കാലം വന്നിട്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഇത്തരം ഒരു വല്ലാത്തൊരു ഗുണ്ടാ സംഘങ്ങൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ന്യായവും ഇല്ലാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വൃത്തികെട്ട ചില വെല്ലുവിളികളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറപ്പ് തോന്നുകയാണ് സർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും നമ്മളെ ആശങ്കയിലാഴ്ത്തുകയാണോ ഈ സാഹചര്യം, പശ്ചിമേഷ്യൻ സാഹചര്യം? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ യുദ്ധം തീർന്നു പറഞ്ഞപ്പോ കുറച്ച് ദിവസം മുമ്പ് എല്ലാരും വലിയ സന്തോഷത്തിലായിരുന്നു. ഇവിടെ എല്ലാരും വളരെ സന്തോഷത്തില്. ഇപ്പൊ രണ്ടാമതും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.